കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിലെ ആദ്യ ഭാഗമായ 5-ാം അധ്യായം 3 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലുള്ള വ്യക്തിപരമായ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ഈ ദിവസങ്ങളിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആത്മാവിൻ്റെ ദാരിദ്ര്യമുള്ളതിനെ കുറിച്ച്, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്തെന്ന് നാം പഠിച്ചു കഴിഞ്ഞു, ധ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച സമയക്കുറവ് കൊണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നുള്ള പദം ഒന്ന് തുടക്കമിടുവാനേ സാധിച്ചുള്ളൂ. ഇന്നലെ കഴിഞ്ഞ സൺഡേ വളരെ പരിമിതമായ സമയങ്ങളിൽ ആണല്ലോ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഇന്ന് ദുഃഖിക്കുന്നവരെ കുറിച്ചുള്ള പഠനം തന്നെ വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്താണെന്ന് ഞാൻ ഒരിക്കലൂടെ എല്ലാ ദിവസവും ആവർത്തിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ, യേശു ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ് ഈ ഗിരിപ്രഭാഷണങ്ങൾ. തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന തൻ്റെ പ്രജകളിൽ അവൻ രാജാവ് കാണുവാൻ ആഗ്രഹിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളെയാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇവിടെ വായിക്കുന്ന പലതും വിരുദ്ധമായ അനുഭവങ്ങളാണ്, വൈരുദ്ധ്യമായ ചിന്തകളാണ്. ആത്മാവിന്റെ ദാരിദ്ര്യം എന്നുള്ളത് എല്ലാവരും വെറുക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ യേശു പഠിപ്പിക്കുന്നു, ആമേൻ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ്. അത് നാം ധ്യാനിച്ചതുകൊണ്ട് സമയങ്ങളുടെ കുറവുകൾ കൊണ്ടും അവിടേക്ക് ഇന്ന് പോകുന്നില്ല. രണ്ടാമത്തെ ഉപദേശമാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇതേ ഗിരിപ്രഭാഷണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലും ആവർത്തിക്കുന്നുണ്ട്. അവിടെ ദുഃഖിക്കുന്നവർ എന്ന പദത്തിന് പകരം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് കരയുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, കഴിഞ്ഞ ആഴ്ച ഈ ഭാഗം ഞാൻ പറഞ്ഞു, ദുഃഖം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്തുള്ള ഒരു അനുഭവമാണ്. കരച്ചൽ ബാഹ്യമാണ്. ദുഃഖം എന്നുള്ളത് പ്രാഥമികമായ ഒരവസ്ഥയും അതിന്റെ മൂർത്തഭാവം, അതിന്റെ ക്ലൈമാക്സ് ആണ് നിലവിളി, കരയുക എന്നുള്ളത്. ഇന്ന് പകൽ ദൈവമക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു പറഞ്ഞു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് യേശു ക്രിസ്തു ഇങ്ങനൊരു വാക്ക് ആമേ പറഞ്ഞത്? ദുഃഖം ലോകപരമായി ഭാഗ്യമല്ല. ആരെങ്കിലും ദുഃഖം സന്തോഷമായിട്ട് കാണുന്നവരുണ്ടോ? ആരുമില്ല. അപ്പൊ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ദുഃഖം എന്തല്ല, ഒരു സന്തോഷാനുഭവം അല്ലെങ്കിൽ ഒരു സ്വീകാര്യമായ ആത്മീക അല്ലെങ്കിൽ മാനസിക ശാരീരിക അവസ്ഥകൾ അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദുഃഖം എന്നുള്ളത് മനുഷ്യന് മാത്രമുള്ളൊരു അനുഗ്രഹമാണ്. ആമേൻ. നിങ്ങളുടെ വീട്ടിലെ പൂച്ച അല്ലെങ്കിൽ നിങ്ങളുടെ അയൽ വീട്ടിലോ പൂച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിയും. അത് പ്രത്യേകിച്ചാൽ ആ പൂച്ച പ്രസവിച്ചാലാണ് ഇത് കാണാൻ കഴിയുന്നത്. പ്രസവിച്ച പൂച്ച തന്റെ കുഞ്ഞുങ്ങളെ നടക്കാറായി കണ്ണൊക്കെ മിഴിഞ്ഞ് നടക്കാറാകുമ്പോൾ ഈ വല്ല ഓന്തിനി തവളേനി അന്നാലേക്കും പിടിച്ചു കൊണ്ടുവന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇടുക തന്നെ. എന്നിട്ട് അതിനെ കൊല്ലാതെയാ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വേദനയും കടിയും കിട്ടിയിട്ട് ഈ പാവം എലിയോ ഓന്തൊക്കെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുക. അപ്പൊ അതിനെ ഒന്ന് തോണ്ടും. രക്ഷപ്പെടാൻ സമ്മതിയുണ്ടോ എന്ന് വിചാരിച്ച അവരൊന്ന് അനങ്ങും എന്ത് ചെയ്യും? മൂപ്പേനെ പിടിച്ചുകൊണ്ട് തന്നെ കിടത്തു. അതിന് വല്ലപ്പോഴും കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഒരു പൂച്ച അനുദമിച്ചത് കേട്ടിട്ടുണ്ട്. മൃഗങ്ങൾ ഏതെങ്കിലും ഒരു ക്രൂരത ചെയ്തിട്ട്, മറ്റൊരുത്തിനോട് ക്രൂരത ചെയ്തിട്ട് അത് ഒരിക്കലും പശ്ചാത്തപിച്ചിട്ടില്ല.
കടിച്ചു കീറിയ സിംഹമേ, ഒരു മൃഗത്തെ, മാനിനെ, മനോഹരമായ ഒരു പുള്ളിമാനിനെ കടിച്ചു കീറി അതിന്റെ തലയ്ക്ക് കിടന്ന് ഉറങ്ങുവാൻ സിംഹത്തിന് യാതൊരു മാനസിക പ്രശ്നങ്ങളുമില്ല. എന്നാൽ ഇന്ന് പകൽ മനസ്സിലാക്കുക, ഒരു മനുഷ്യനോട് കയർത്താൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പടച്ചിൽ വരും, ഒരു ദുഃഖം വരും, വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ വരും. ലോകത്തിൽ ഏതു മനുഷ്യനും ഈ അനുഭവമുണ്ട്. ഏതു മനുഷ്യനും ഏതെങ്കിലും ജീവിതത്തിൽ തപ്പിതം പറ്റിയ സംഭവിച്ചാൽ ഒരു ദുഃഖം അവന്റെ അകത്തേക്ക് കയറി വരാറുണ്ട്. എന്നാൽ യേശു പറയുന്നു, ദുഃഖത്തെ സൗഭാഗ്യമാക്കി യേശു ചിത്രീകരിച്ച് പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. എന്താണ് യേശു ക്രിസ്തു ഈ ഡോക്ടറിൻ, ഈ ദൈവരാജ്യത്തിൽ ഈ ഉപദേശം സ്ഥാപിക്കാൻ എന്തുകൊണ്ടാണ് കാരണം? ദുഃഖിക്കുന്നതിന്റെ കാരണത്തെ കുറിച്ച് ഒന്ന് ധ്യാനിച്ചാൽ കാണാൻ കഴിയും. 2 കൊരിന്ത്യർ 7:8-9 വാക്യം വായിച്ച്, 2 കൊരിന്ത്യർ ലേഖനം 7-8 വാക്യങ്ങൾ, 7:8-9. ദുഃഖം സന്തോഷമായി മാറുന്ന ഒരു വിഷയം, ഒരു സ്ഥലമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ പറയുന്ന ഈ അവസ്ഥ ഒന്ന് തിരിച്ചറിയുന്നത് ഒരിക്കലും നല്ലതാണ്. ആ വാക്യം, ആദ്യ വാക്യം ഒന്ന് ഭാഗം വായിച്ചു. ഞാൻ നിങ്ങൾക്ക് എഴുതിയ, പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എഴുതിയ ലേഖനത്താൽ ദുഃഖിപ്പിച്ചു, എന്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്നതിനാൽ എന്നുവരികിലും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ പറഞ്ഞ വാക്ക് കണ്ടോ? പൗലോസ് കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് ഒരു ലേഖനം എഴുതി, ഒരു എഴുത്തെഴുതി. ഈ എഴുത്തി അവിടെ ചെന്നപ്പോൾ വായിച്ച കൊരിന്ത്യ സഭയിലുള്ള എല്ലാവർക്കും വലിയ ദുഃഖമുണ്ടായി, വലിയ ദുഃഖമുണ്ടായി. ഞങ്ങളെ ദൈവദാസനകന്ന് നിങ്ങളുടെ സഭ സ്ഥാപിച്ച ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ ഇതുപോലെ ആണല്ലോ കണ്ടത്, ഇങ്ങനെയാണല്ലോ ചിന്താഗതി വന്നത്. അതിൽ അവർക്ക് ഭയങ്കര ദുഃഖം തോന്നി. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ആ ദുഃഖം തോന്നിയതിൽ എനിക്ക് എന്തില്ല? അനുതാപമില്ല. നിങ്ങൾക്ക് ആ ദുഃഖം തോന്നിയതിൽ എനിക്ക് അനുതാപമില്ല. പൗലോസെ, ക്ഷമിക്കാനും സഹിക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും പറഞ്ഞ പൗലോസെ, നീ ഓരോരുത്തരെ എഴുത്തെഴുതി വേദനിപ്പിച്ചിട്ട് എനിക്കതിൽ അനുദപിക്കുവാൻ താല്പര്യമില്ലെന്ന് പറയുവാൻ കാരണം എന്താണ്? അതിന്റെ വിഷയം എന്തുകൊണ്ടാണ്? അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ വിഷയം ഞാൻ അനുദപിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ അതിന്റെ കാരണം അടുത്ത വരിയിൽ വായിക്കാം നമുക്ക്. ആ ലേഖനം കുറെ നേരത്തേക്കെങ്കിലും നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും, മുമ്പേ ഞാൻ അനുദപിച്ചുവെങ്കിലും, ആമേൻ. പൗലോസിന് അധിക നേരമൊന്നും പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖവും സങ്കടം വന്നത് കേട്ടപ്പോൾ ആദ്യം എനിക്കൊരു ചെറിയ അനുതാപമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഞാൻ സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ്? തന്റെ ലേഖനത്താൽ വേദനിക്കപ്പെടുകയും അത് കേട്ടപ്പോൾ സങ്കടപ്പെടുകയും ചെയ്തതായ കൊരിന്ത്യരെ കുറിച്ച് പൗലോസ് എന്തിനാണ് സന്തോഷിച്ചത്? വായിച്ച്. നിങ്ങൾ ദുഃഖിച്ചതിനാൽ, ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, പരം മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. അവിടെയാണ് പൗലോസിന്റെ ഈ വിഷയത്തിന്റെ എഴുത്തിന്റെ ഈ വാക്യത്തിന്റെ കീയിരിക്കുന്നത്. പൗലോസ് അവർക്ക് ലേഖനം എഴുതി. ആരംഭത്തിൽ നിങ്ങൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഭിന്നതയെ കുറിച്ച്, ദുർനടപ്പിനെ കുറിച്ച്, സഭയ്ക്കകത്തുള്ള ഗ്രൂപ്പിസത്തെ കുറിച്ച് അവരെ പൗലോസ് ഓർമ്മപ്പെടുത്തി അവരോടൊരു വാക്ക് പറയുന്നുണ്ട്.
ജാതികളുടെ ഇടയിൽ പോലും നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. നിസാര പ്രസ്താവന വിമർശനമല്ല. കൊരിന്ത്യരാണെങ്കിൽ പറയുന്നത് ആമേൻ, അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാതെ, എന്തില്ല, പ്രവചനത്തിന് പ്രവചനമുണ്ട്, രോഗശാന്തിക്ക് രോഗശാന്തിയുണ്ട്, വെളിപ്പാടിന് വെളിപ്പാടുണ്ട്. എല്ലാ കൃപാവരങ്ങളും ജ്വലിച്ചു നിൽക്കുന്ന സഭയോട് പറയുന്നു, നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കല്ലേ. ലോകത്തിലൊരു ജാതീയ മനുഷ്യന് പോലും ചെയ്യാൻ പറ്റാത്ത നീചകൃത്യങ്ങൾ ചെയ്യുന്നവരെ കൂടെ ഇരുന്ന് കൈയടിച്ചു പാടുകയാണ് നിങ്ങൾ. ഇന്ന് പകൽ അത് മനസ്സിലായോ ദൈവമക്കൾക്ക്? അകത്തു മനഃശാസ്ത്രമില്ലാതെ തോന്നിയ പോലെ ജീവിച്ചിട്ട് എന്തും ചെയ്തിട്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന് കൈയടിച്ചു പാടി ജീവിക്കുന്നവരെ പൗലോസ് ചോദിക്കുക, നിങ്ങളുടെ ഇടയിൽ എന്തേ മാറ്റാതെ? വിശുദ്ധന്മാർ ആരാധിക്കേണ്ട ദൈവസഭയ്ക്കകത്ത് നിന്ന് നിങ്ങൾ എന്തേ അവനെ മാറ്റാതെ? എത്രമാത്രം തൂർന്നടപ്പുള്ളവൻ ഇതിനകത്തിരിക്കണമോ? ഇന്ന് പകൽ ദൈവജനം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നൊരു കൂട്ടരുണ്ട്, പോകാത്തൊരു കൂട്ടര്. വെളിപ്പാട് പുസ്തകത്തിലുള്ള ഭീരുക്കൾ, അറക്കപ്പെട്ടവർ, ബിംബാരാധികൾ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, അങ്ങനെ ശുദ്ധം ചെയ്യുന്നവർ ഇവരാരും എന്ത് ചെയ്യില്ല, ദൈവരാജ്യത്തിൽ അവകാശമാക്കുകയില്ല. ദുർനടപ്പ് പക്ഷെ കൊരിന്ത്യ സഭയിലുണ്ടായിരിക്കാം, നമുക്കില്ല. കുലപാതകന്മാരുണ്ടാവും നമ്മുടെ സഭയ്ക്കകത്ത്. എന്താ വേണ്ടാതെ സഭയ്ക്കകത്ത് കൊലപാതകൻ ഉണ്ടാവോ? ഇഷ്ടം പോലെ ഉണ്ട്. ഒരാൾ പറഞ്ഞു, കാരണം കൊലപാതകം എന്ന് നാം ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രാണനെ അവന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനെയാണ് കൊലപാതകമായി കാണുന്നത്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ തന്നെ അവന്റെ ജീവനെ അടർത്തി മാറ്റുന്ന വേറൊരു കാര്യമുണ്ട്, ഒരു കൊലപാതകം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സാധാരണ രീതിയിൽ, മാനുഷികമായ രീതിയിൽ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പ്രാണനെ അത് അധിവസിക്കുന്ന ശരീരത്തിൽ നിന്ന് അവൻ അകറ്റി മാറ്റുന്ന, അതിനെ ഒരു മാംസപിണ്ഡ ശവമാക്കി മൃതശരീരമാക്കി മാറ്റുന്നതാണെങ്കിൽ അവൻ വേറെ തരത്തിൽ കൊലപാതകം ജീവിക്കുമ്പോൾ തന്നെ ആ ജീവിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലും വേദനയിലും സങ്കടത്തിലും ഹൃദയഭാരത്തോടെയും ഒരു മനുഷ്യനെ നീ വിടുമ്പോൾ നീ കൊലപാതകം ചെയ്യുന്നു. യോഹന്നാൻ അപ്പോസ്തലനാണ് വ്യാഖ്യാനിച്ചത്. എന്താണത് പറഞ്ഞത്? സഹോദരനെ പകയ്ക്കുന്നവൻ, വെറുക്കുന്നവൻ, സഹോദരനെ നിന്റെ അകത്ത് വെറുത്താൽ നീ കൊലപാതകൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇതിന്റെ അകത്ത്, ഇതിന് പുറത്ത് ഇന്ന് പകൽ ആരോടെങ്കിലും അകത്ത് പകയും വിദ്വേഷവും നീരസവും കയ്പ് വെച്ചിട്ട് നീ ഇവിടുന്ന് കൈയടിച്ചു പാടാമോ? മാനസാന്തരപ്പെടണം, ജീവിതത്തിൽ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്നാലും എനിക്കത് മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് കാണും. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ മാനസാന്തരപ്പെടണം. നിന്റെ അകത്ത് ഒരു കാര്യം ചെയ്താൽ, ഒരു വിഷയം സംഭവിച്ചാൽ ദുഃഖം വരും. ദുഃഖമല്ല ആത്മീയത, മാനസാന്തരമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജോബിനെ ഒരുപാട് വേദനിപ്പിച്ചു അകാരണമായി. ഞാൻ അവനോട് ദോഷം ചെയ്തു, അരുതാത്തത് ഞാൻ ചെയ്തു. ജോബി പോയി, വേദനയോടെ പോയി. അവൻ പറയാണ്, ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ടുനടന്ന ഭാഷ ഇതുപോലെ പറഞ്ഞില്ലേ, എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചില്ല, വിഷമിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് ജോബി കൊണ്ടുപോയി. അവന് വേദന കൈവച്ചിരിക്കുക, അവന്റെ ഉള്ളിൽ ആ വേദനയുണ്ട്.
അതവന് മറക്കാൻ പറ്റില്ല. കാരണം അവൻ എന്നെ അങ്ങനെ കരുതിയത് കൊണ്ട്. നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ വേദന നമുക്ക് ആരെ തരാൻ കഴിയാം? നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തരാൻ കഴിയുന്ന ആരിൽ നിന്നാണ്? ഏറ്റവും സ്നേഹിച്ചവരിൽ നിന്ന്. നമുക്കൊരു വാക്ക് കിട്ടിയാൽ, പുറത്തുള്ളൊരു മനുഷ്യൻ 10 കിലോയുടെ വാക്ക് പറഞ്ഞാൽ നമുക്ക് വേദനിക്കാത്ത വേദന അകത്ത് സ്നേഹിക്കുന്നെന്ന് ബോധ്യപ്പെട്ട ഒരാൾ ഒരു 500 ഗ്രാമിൽ പറഞ്ഞ് നമുക്ക് തോന്നും. കാരണം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ജോബി പോയി, അവന്റെ വീട്ടിൽ പോയി, ആരും കാണാതെ ഇരുന്ന് കരഞ്ഞു. അവന്റെ ഉള്ളിലെ സന്തോഷം പോയി, മുഖത്തിന്റെ പ്രകാശം പോയി. അവന്റെ അകത്ത് എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും, ഉണ്ണുമ്പോഴും, നടക്കുമ്പോഴും, വായിലോടിക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും ഞാൻ അവന് കൊടുത്ത വേദന അവന്റെ ഉള്ളിൽ കിടന്ന് ഞെരുങ്ങുക. പ്രിയമാകൻ പോയി, ജോലി പോയി. എനിക്ക് തോന്നുകയാണ്, അയ്യോ ഞാൻ അവരെ വല്ലാണ്ട് വേദനിപ്പിച്ചല്ലോ. ഞാൻ പാസ്റ്റർ കൂടിയാണല്ലോ. ഞാൻ മുട്ടുത്തി പ്രാർത്ഥിച്ച കർത്താവേ, ഞാൻ ജോബിയോട് സംസാരിച്ചതിൽ നമ്മുടെ ഉപായം കൂടിയായിട്ടാണ്. ശ്രദ്ധിച്ചോളാം. എന്തെങ്കിലും അവന് വേദനയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുന്നു. അങ്ങനെയല്ലേ നമുക്ക് തോന്നാറുള്ളൂ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധമാണോ ആ അനുതാപം? ഇനി ആത്മാർത്ഥമായിട്ട് എനിക്ക് ദൈവമേ ഞാൻ ക്ഷമിക്കുന്നു കർത്താവേ, ഞാൻ അവനോട് തെറ്റ് ചെയ്തു പോയി, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ശരിയാ, മാനസാന്തരം ആയോ? അത് ഇതിലൂടെ ഇല്ലല്ലോ. മാനസാന്തരം ആയോ? ഇല്ലേ? പിന്നെന്ത് ചെയ്യണം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ജോബിയെ വിളിച്ചു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഞാൻ കടന്നു ചെന്ന് അവന്റെ അടുക്കളയിലേക്ക് ചെന്ന് ഞാൻ അവന്റെ മേൽ കൈ വെച്ചുകൊണ്ട് അവനോട് പറയാണ്, മോനെ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഞാൻ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി. മോനെ, അതൊന്നും മനസ്സിൽ വെക്കല്ലേ. പാസ്റ്റർക്ക് അബദ്ധം പറ്റിയതാണ്. ആ പെട്ടെന്ന് എന്തോ പ്രകോപനത്തിൽ പറഞ്ഞു പോയതാണ്. എന്റെ മോനെ ഒന്നും മനസ്സിൽ വെക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചാലും ആ ഏറ്റുപറച്ചലല്ലേ മാനസാന്തരം? നമ്മുടെ മാനസാന്തരം എന്താ? നമ്മൾ ആരും കാണാതെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ദൈവത്തോട് ക്ഷമ പറഞ്ഞു. അവരെ വേദന പോകോ? നീ പകച്ചവന്റെ, നീ മുറിച്ചവന്റെ, നീ അപമാനിച്ചവന്റെ അകത്തെ വേദന പോകണമെന്ന് പോകുന്നത് എങ്ങനെയാ? അവിടെ ദൈവത്തിന് പറഞ്ഞത്, സഹോദരനെ സഹോദരിയെ പകക്കുന്നവർ കുലപാതകൻ. അടുത്ത വാക്കുകൂടെ മനസ്സിലാക്കിയോളൂ. യാതൊരു കൊലപാതകനും അകത്ത് ജീവൻ ഇല്ല. സത്യത്തിൽ ഒരാളെ കൊന്നാൽ ചത്താർക്കല്ല ജീവൻ ഇല്ലാതിരിക്കുക. ഒരാളെ കുത്തിക്കൊന്നപ്പോൾ ആ കുത്തിക്കൊന്ന ആളെ പ്രാണം വിട്ടുപോയി. അപ്പൊ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. വചനം വന്നത് അങ്ങനെയല്ല. ആമേൻ. ആരാണോ കുത്തിയത് അവന്റെ അകത്തെ ജീവന പോണെന്ന്. ആത്മീയ അർത്ഥങ്ങൾ അങ്ങനെയൊക്കെയാണ്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുടെ വൈശിഷ്ട്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് കാണാൻ കഴിയൂ. അപ്പൊ സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകൻ. യാതൊരു കൊലപാതകനും അകത്ത് ജീവൻ ഇല്ല. അപ്പൊ ഞാൻ ജോബിനെ വേദനിപ്പിച്ചു, അവന്റെ അകത്ത് മുറിവുകൾ ഉണ്ടായി, പരിക്ക് പറ്റി. കാലം അത് ഒരുപക്ഷെ മാറ്റുമായിരിക്കാം, കാലം അത് മറക്കാൻ അവനെ സഹായിക്കുമായിരിക്കാം. പക്ഷേ നഷ്ടപ്പെട്ടത് ആർക്ക്? എനിക്ക് നഷ്ടപ്പെട്ടു. എന്താ? എന്റെ ദൈവിക ജീവൻ എന്റെ അകത്ത് നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുടെ ഉള്ളിലും ജീവിതത്തിൽ അകത്ത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് കാര്യമില്ല. പ്രാർത്ഥന കയറി ദൈവമേ ക്ഷമിക്കെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നീ മുറിച്ചവന്റെ മുറിവ് കേട്ടാൽ നീ ചെല്ലണം. നിന്നാൽ മുറിവേറ്റവന്റെ മുറിവ് നീ കെട്ടണം. അല്ലാതെ എനിക്ക് ദൈവം അന്യഭാഷ 10,000 പറഞ്ഞു നിത്യജീവനകത്ത് വരില്ല. ഇങ്ങനെ പറഞ്ഞാൽ സമയം പോകും. അപ്പോൾ പാപങ്ങളെ കുറിച്ചുള്ള അനുതാപം, മാനസാന്തരത്തിനായി ദുഃഖിക്കുക. അപ്പൊ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്ന കാരണം എന്താണ്? അനുദപിച്ചു കഴിഞ്ഞാൽ ബന്ധം യഥാസ്ഥാനപ്പെടും, ദൈവമായ സമ്പർക്കം ക്രമീകരിക്കപ്പെടും, നിന്റെ പ്രാർത്ഥന സജീവമാകും.
നിന്റെ പ്രാർത്ഥനകൾക്ക് ഫലവത്തായി തീരും. അകത്തെ കയ്പും വിദ്വേഷയ്ക്കും വെച്ചിട്ടേ ഇങ്ങനെ ജീവിച്ചു പോകല്ലേ. രണ്ടാമത്തെ ദുഃഖത്തിന്റെ ഒരു കാരണം പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:6 വായിച്ചു. 1 പത്രോസ് 1:6. നാനാപരീക്ഷകൾ, ഒന്നല്ല ഒന്നിന്റെ പുറകിൽ ഒന്ന്, ഒന്ന് വന്നു കഴിഞ്ഞിട്ട് അവസാനിക്കുന്നില്ല. ഒരു വലിയ പരീക്ഷ വന്നു, ജയിച്ചു. കർത്താവേ സ്തോത്രം എന്ന് പറയുമ്പോൾ അതിനൊക്കെ വലുതോ വരും പിന്നാലെ. മനസ്സിലായി? നമ്മുടെയൊക്കെ ഭാഷയിൽ ഇങ്ങനെ നിരന്തരം പരീക്ഷയും പരിശോധനയും വരുന്നവർക്കും ഭയങ്കര ബാധ്യതകളാണ് അല്ലേ? ഇന്ന് പകൽ മനസ്സിലാക്കുക, അനർത്ഥങ്ങള് നീതിമാന് വരുന്ന അനർത്ഥവും ദുഷ്ടിന് വരുന്ന അനർത്ഥവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു പ്രത്യേകതയുണ്ട്. അനർത്ഥം അനർത്ഥങ്ങളല്ല, അനർത്ഥം ഒറ്റ സമയം ദുഷ്ടനെ കൊല്ലും, അവന് ഇല്ലാണ്ടാക്കും. പക്ഷേ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ എത്ര എണ്ണമില്ലാത്ത അനർത്ഥങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അവൻ എല്ലാറ്റിനും വിടിവിക്കപ്പെടും. കാരണം അവൻ ഏത് വിഷയത്തിനും മീതെയും പരിഹാരം കൊടുക്കുന്ന ഒരു കർത്താവ്, ഒരു പിതാവ്, സ്വർഗീയ പിതാവ് അവനുണ്ട്. ആ പിതാവിനെ കരം പിടിക്കുമ്പോൾ ഒരു ആത്മധൈര്യം നമുക്ക് കിട്ടും. ഞാനിത് ഉദാഹരണമായി നമ്മുടെ ചിഞ്ചുമോന്റെ ഒരു പഴയ അനുഭവം ഞാൻ നിങ്ങളോട് ഒരിക്കലൂടെ പറയാം. അവിടെ പണ്ട് ഇത്ര വീടുകളൊന്നുമില്ല. അവിടെ അപ്പുറത്തെ ഒരു പറമ്പില് ആനയെ കെട്ടിയിട്ടുണ്ട്. ആ റോഡ് ഒഴിഞ്ഞ പറമ്പിൽ ആനയെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇവിടെ എന്തോ ഉത്സവമുണ്ട്, പള്ളി പെരുന്നാളാണോ എന്നറിയില്ല, അമ്പലത്തിലെ പൂരമെന്നറിയില്ല. അപ്പൊ മോൻ പറഞ്ഞു എനിക്ക് ആനയെ കാണണം, അവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുപോ. അന്ന് ഇവിടെ ബൈബിൾ സ്കൂളിലുള്ള സമയമാണ്. ഫ്രാൻസിസിന്റെ അടുത്തും നിൽപ്പുണ്ടായിരുന്നു. ഫ്രാൻസിസ് മോനെ ആനയൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വരണം. അങ്ങനെ രണ്ടുപേരും ഉത്സാഹത്തോടെ ആനയെ കാണാൻ പോയി. ആനയെ കാണാൻ പോയി. നമ്മുടെ ഈ 2-3 വീട് കഴിഞ്ഞപ്പോൾ അതുകൂടെ നമ്മുടെ മനയുടെ ചായക്കടയുണ്ട്. അവിടെ എത്തിയപ്പോൾ ആനയുടെ കിണികിണി ആ ശബ്ദം ഒന്ന് കേട്ടോടുകൂടി ഇവർക്ക് അറിയാൻ തുടങ്ങി. ചിഞ്ചുമോൻ അവൻ ഫ്രാൻസിസിനെ അവനോട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. എടുത്തു. ഫ്രാൻസിസിനെ കഴുത്ത് ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു വീട്ടിലേക്ക് പോകുന്നു. കരച്ചിൽ തുടങ്ങി. വാവിട്ട് കരച്ചില. ഞാൻ ശബ്ദം കേട്ടിട്ട് മറന്നു പോയി എന്താ കുഞ്ഞിങ്ങനെ കരയുന്നെന്ന്. അപ്പൊ ഫ്രാൻസിസിന്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ വലിയ വീണു ഫ്രാൻസിസ്? ഇല്ല, പക്ഷെ ഒന്നും ഇല്ല. എവിടെ വന്ന് ഞാൻ ചോദിച്ചു. ഫ്രാൻസിസ് പറഞ്ഞു ഭാഷ ഇങ്ങനെ ആനനെ കാണാൻ പറ്റില്ല. ആനയുടെ ആ മണിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. കാണാൻ തരില്ല. വരുന്നു. ഞാൻ അവനെ വിളിച്ചു. അപ്പൊ എനിക്കും താല്പര്യം തോന്നി. ഇവൻ ഈ ഭയത്തിൽ ജീവിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു പോലെ ആനനെ കാണണം. അമ്പത് വേണം. ശരി, ഒന്ന് വാ, ഇവിടെ വാ. ഞങ്ങള് 2 പേരും കൂടി ആനയെ പിടിക്കാൻ അവിടെ കാണാൻ പോയി. അവിടെ ചെന്നു. അവൻ ആ ചായക്കടവിടെ എത്തുമ്പോൾ കൈ പിടിച്ചു. അതുവരെ ഒറ്റയ്ക്ക് ഓടി. അവിടെ എത്തിയപ്പോൾ കൈ പിടിച്ചു. എങ്കിൽ ഞാൻ പറഞ്ഞു മോനെ പേടിക്കില്ല, ഡാഡിയിലാണ് കൂടെ ഉള്ളത്. അവൻ വന്നു. അങ്ങനെ ഞങ്ങളെ പറമ്പിൽ ചെന്നു. ആനയെ കണ്ടു. കുറച്ചു നേരം അവിടെ നിന്നു. ഞാൻ പാപ്പാനോട് ചോദിച്ചു എൻ്റെ മോനെന്നാ ആനനെ തൊട്ടോട്ടെ. അതിന് പറഞ്ഞു അതിന് തന്നെ കുഴപ്പമില്ല, നിങ്ങൾ പോയി തൊട്ടോളാൻ പറഞ്ഞു. പറഞ്ഞല്ല, നിങ്ങൾ കൂടി ഒന്ന് വാ. അയാൾ വന്നു. അപ്പോൾ ആനേനെ കൈയോട് തൊട്ടു, എല്ലാം ചെയ്തു. എന്താ വ്യത്യാസം ഉണ്ടായത്? ഫ്രാൻസിസ് പോയപ്പോൾ അവനെ സ്നേഹിക്കുന്നവനാണ് ഫ്രാൻസിസ് എങ്കിലും ഈ കുഞ്ഞിന്റെ മനസ്സിലൊരു ധൈര്യം വന്നില്ല. കാരണം ആനയെങ്ങാനെ ഇടകയോ ആക്രമിക്കുകയോ ചെയ്താൽ ഫ്രാൻസിസ് ഓടും. ഞാൻ ആനയുടെ മുമ്പിൽ അകപ്പെടുമെന്നുള്ള ചിന്ത അവന്റെ ഉള്ളിലുണ്ടായി. എന്നാൽ അവൻ ആനയെ കാണുക മാത്രമല്ല, ആനയെ തൊടാനും അവന് ധൈര്യം കിട്ടിയത് അവന്റെ ഡാഡിയായ ഞാൻ അവനെ കരം പിടിച്ചതുകൊണ്ടാണ്. ഓ ഇന്ന് പകൽ പ്രതികൂലത്തിന്റെ സമയത്ത്, പ്രതിസന്ധിയുടെ നടുവിൽ, ആകുലങ്ങളുടെ നടുവിൽ, സങ്കടങ്ങളുടെ പഴുവിൽ, നാനാ പരീക്ഷകൾ ചുറ്റുമെന്ന് ആചരിക്കുമ്പോൾ പേടിക്കണ്ട. ഈ കരം കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മതി. നാനാ പരീക്ഷകളിൽ ദുഃഖിക്കേണ്ടി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട,
ആനന്ദിക്കുന്നു, വന്നാലും നിങ്ങൾക്ക് ആനന്ദിക്കുന്നു. അങ്ങനെ ഉണ്ടാകും. നമുക്ക് ഭയല്ലേ വരുന്നത്? പരീക്ഷകൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ സന്തോഷിക്കാറുണ്ടാവും. കഷ്ടത സഹിച്ചിട്ട് ആരെങ്കിലും സന്തോഷിക്കും? കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ വരം ലഭിച്ചതിനാൽ ആമേൻ, സഭ സന്തോഷിച്ചു, സഭ സന്തോഷിച്ചു. ഇന്ന് പകൽ ദൈവത്തിനെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. വിവിധമായ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും എന്തുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്നു? എന്തുകൊണ്ട് നാം ആനന്ദിക്കുന്നു? എന്തുകൊണ്ടാണ് നമ്മുടെ പരീക്ഷകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ വക കിട്ടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സന്തോഷിക്കുന്ന അനുഭവം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട്? പറയാമാർക്കെങ്കിലും ആശ്രയിക്കുന്നു. അത് നമുക്ക് ഉറപ്പല്ല കിട്ടുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് ഉറപ്പല്ല ആനന്ദിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അതിനെ ക്രോസ് ചെയ്യാൻ, ഇതിനപ്പുറം കടക്കുമെന്ന് അകത്ത് നമുക്കൊരു ഉള്ളിൽ ഒരു ധൈര്യവും ഉറപ്പ് കിട്ടും. പക്ഷേ സന്തോഷം ഏത് വഴിയാണ് വരുന്നത്? ആനന്ദം, പ്രത്യാശ. എനിക്ക് അപ്പുറത്തുണ്ട് നല്ല കാര്യം, പ്രത്യാശയാണ്. കഷ്ടങ്ങളിൽ ഒരിക്കൽ ഒരു പ്രായമുള്ള ദേവദാസന് ഒരു അപകടം പറ്റി. അപകടം പറ്റിയിട്ട് തന്നെ ആശുപത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അവിടെ ഒരുപാട് ആളുകൾ ഒന്ന് കാണാൻ. അപ്പൊ കർത്താവിന്റെ ദാസൻ ആ കടയ്ക്കൊക്കെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഏതായാലും ഒരു വാഹനം ടിക്കറ്റ് വന്നു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടൊന്ന് കാണാൻ. എല്ലാവരും ഒരുമിച്ച് കിട്ടേണ്ടി വന്നു. ഒരുമിച്ച് കണ്ടു. എനിക്കിപ്പോ സന്തോഷമായി. ബസ് ഇടിച്ചതിൽ എനിക്കിപ്പോ എല്ലാ ദുഃഖം പോയി വന്നു. ദൈവമക്കളെ, നീ പ്രതിസന്ധിയിലാകുമ്പോൾ, നീ കഷ്ടതയിലാകുമ്പോൾ, നീ പ്രതിസന്ധിയിലാകുമ്പോൾ, ഇപ്പോൾ കർത്താവ് എവിടെയാണോ നിൽക്കുന്നത് നിന്നോടുള്ള ബന്ധത്തിൽ, ഉറപ്പും ധൈര്യവും ശക്തി നിന്ന് എവിടെ നിൽക്കുന്നുവോ അതിനേക്കാൾ ഒന്നും കൂടെ അടുത്ത് വരുമ്പോൾ, ഒന്നും കൂടെ അടുത്ത് വരുമ്പോൾ, അതല്ലേ ലോകത്തെക്കാൾ വലിയ സന്തോഷം, പ്രശ്നങ്ങളെക്കാൾ വലിയ സന്തോഷം. എൻ്റെ അടുത്ത് ഒരു ഇംഗ്ലീഷ് കവിയുണ്ട്. അദ്ദേഹം പാടിയ പാട്ട് എന്നെ വളരെ സ്വാധീനിച്ചതാണ്. വെളിച്ചത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ നല്ലത് ഇരുട്ടത്തിൽ നിന്റെ കരം പിടിച്ച് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നരഹിതമാകുന്ന ശവക്കോട്ടയ്ക്ക് തുല്യമാകുന്ന സമാധാനമല്ല യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ളത്. യേശു ക്രിസ്തു തന്ന സമാധാനം യേശു ക്രിസ്തുവിന്റെ സമാധാനമാണ്. 4 സുവിശേഷങ്ങളിൽ യേശു അനുഭവിച്ച സമാധാനം എന്തോ ആ സമാധാനം ആണ് കർത്താവ് നമുക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നാനാ പരീക്ഷകളിൽ കടന്നു പോകുമ്പോഴും നാം സന്തോഷിക്കുന്നത്. നാം ഏറ്റവും കൂടുതൽ ദൈവിക സാന്നിധ്യവും ദൈവിക കൂട്ടായ്മയും അനുഭവിക്കുവാൻ അവ നമുക്ക് തരുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയും. ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കാറായ 18 വയസ്സായ ഒരു പെൺകൊച്ച്, അവൾ പഠിക്കുന്ന സ്കൂളിൽ അവൾ ലീഡറായിരുന്നു. എല്ലാ അവൻ ആക്ടിവിറ്റീസിന് മുന്നിൽ നിൽക്കുന്ന പെൺകൊച്ച്, പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന പെൺകൊച്ച്, ബ്ലഡ് ക്യാൻസർ വന്ന് അവൾ മരിക്കാറായി. അവളൊരു പുസ്തകം എഴുതി. കണ്ണുനീർ എന്നെ പലർക്കും വായിക്കാൻ തന്നിരുന്ന പുസ്തകം. ആ പെൺകുട്ടി ബ്ലഡ് ക്യാൻസറിനോട് സംസാരിച്ചൊരു വചനമുണ്ട് അവിടെ, വാക്ക്. അവൾ പറയാണ്, എന്നെക്കാൾ മുതിർന്ന എന്റെ പപ്പ, എന്നെ പ്രസവിച്ച എന്റെ മാമ, എന്നെക്കാൾ പ്രായമുള്ള എന്റെ ചേട്ടന്മാർ, എന്നെക്കാൾ പ്രായമുള്ള എന്റെ പാസ്റ്ററെങ്കിൽ, ഇവരെല്ലാവരും കൈയടിച്ചു പാടുമ്പോൾ ഞാൻ ഇനി ഇവർക്കെല്ലാവരും പാട്ട് പാടുന്ന യേശു കർത്താവിന്റെ മടിയിലിരുന്ന് ഞാൻ ഇവരെ പോയി നോക്കാം. ഇവരെല്ലാവരും അവിടെ നിന്ന് വിശ്വാസം കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ
ഇവര് പ്രസംഗിച്ചതും ഇവര് പാടുന്നതുമായ ഈ യേശു കർത്താവിനെ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് യേശുവിനോട് കൂടെ എന്റെ യേശുപ്പച്ചന്റെ കൂടെ ഇരുന്ന് ഞാൻ താഴേക്ക് നോക്കി ഞാനും അവിടെ ഇരുന്ന് പാടും. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഇവരെക്കാളും വേഗതയിൽ ആദ്യം എന്റെ യേശുപ്പച്ചനെ നേരിട്ട് കാണാനായി എന്നെ സഹായിക്കുന്ന എന്റെ ബ്ലഡിലുള്ള രക്തത്തിലുള്ള ശരീരത്തിലുള്ള ബ്ലഡ് ക്യാൻസറിന്റെ അടുക്കളെ ഞാൻ നിങ്ങളെ ഓർത്തിന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പറയാൻ പറ്റുമോ? ഇവരെക്കാൾ എല്ലാവരെക്കാൾ ഉപരിയായി ആദ്യം യേശുവിന്റെ മുഖം കാണാൻ എനിക്ക് ഭാഗ്യം തരുന്നത് നിങ്ങളാ. ആര്? എന്റെ ബ്ലഡിൽ സഞ്ചരിക്കുന്ന രക്താണുക്കൾ, ഈ രോഗാണുക്കൾ. നമ്മൾ വല്ലപ്പോഴും അങ്ങനെ രോഗത്തെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ ആദ്യം ചിന്ത പെട്ടെന്ന് സൗഖ്യമാക്കാനല്ലേ. നമ്മൾ ഉടനെ സത്യാഗ്രഹം പ്രഖ്യാപിക്കും, ഉപവാസം. നമ്മൾ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ തന്നെ മാറണം. ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ പലരും ചികിത്സിക്കുമ്പോൾ നാളേക്ക് ഇന്ത്യക്ക് ഓപ്പറേഷൻ പോകാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു രോഗം വന്നാൽ നമ്മുടെ ആദ്യത്തെ ചിന്ത സൗഖ്യം. അപ്പൊ നമുക്കറിയാം സൗഖ്യം എവിടെ വരും? ദൈവത്തിന് വരും. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിച്ച കാര്യം നടക്കും. അപ്പൊ അതിന് നമ്മൾ കണ്ടെത്തിയ മാർഗം എന്താ? ഉപവാസം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, എന്റെ യേശു എന്റെ കൂടെ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന, എന്റെ ചെവിയോട് ചേർത്ത് തന്നെ ചെവി വെച്ച് എന്റെ വായോട് ചേർത്ത് തന്നെ ചെവി വെച്ച് എന്റെ എല്ലാ ഞെരുക്കും കേൾക്കുന്ന കർത്താവ് എനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം ഇതാണ് എന്ന് ആ പ്രത്യേക രോഗക്കിടക്ക അല്ലെങ്കിൽ കഷ്ടതരവസ്ഥ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? നാനാ പരീക്ഷകളിൽ നടപ്പെടുമ്പോൾ എന്ത് ചെയ്യരുത്? പേടിക്കല്ലേ, സന്തോഷിച്ചാനന്ദിക്കും. ഇനി മൂന്നാമത്തത് വേഗം പറയാം. ലൂക്കോസ് 23:27 ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ സാധ്യതയുള്ള അത് ദുഃഖത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഇവിടെ പറയാം. ലൂക്കോസ് 23:27-28 വാക്യങ്ങൾ. യേശുവിന്റെ ക്രൂശീകരണമാണ് ഇവിടെ കാണിക്കുന്നത്. യേശു തനിക്ക് ചുമക്കാൻ കഴിയാത്ത തന്റെ ശരീരഭാരത്തേക്കാൾ വലിപ്പമുള്ള ഭാരമുള്ള ഒരു പച്ച പൈൻ വരെ കുരിശെടുത്തുകൊണ്ട് തന്റെ ചുമലിൽ വെച്ച് താൻ ഗോൽഗോത്തയിലേക്ക് യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ ശരീരമൊക്കെയും ഒഴിവുകാർ ഉടുത്തതുപോലെ റോമൻ പട്ടാളക്കാർ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ഒരു കാര്യം കൂടി ഇടയ്ക്ക് വെച്ചാൽ ഒരിക്കൽ ഞാൻ കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞത്, പലരുടെയും ധാരണ 39 അടിയാ യേശു കൊണ്ടിട്ടുള്ളതാണ്. 1 കുറേ 40 അടി എന്ന് പറഞ്ഞ 39. ദൈവമക്കളെ, അത് യഹൂദന്റെ നിയമം. അത് ആരുടെ നിയമമാണ്? യഹൂദന്മാരുടെ നിയമം. യഹൂദ വിധിയാണത്. റോമൻ പട്ടാളക്കാർ യഹൂദന്മാരല്ല, യഹൂദ നിയമമല്ല അവരെ ഭരിക്കുന്നത്. അവിടത്തെ അടിക്കുന്ന പട്ടാളക്കാരൻ തളർന്നു വരിക. അതാണ് നാം സുന്ദരനെന്ന് എൻ പ്രിയൻ എന്നൊക്കെ പാടുന്ന നമ്മുടെ കർത്താവ് പിലാത്തോസിന്റെ അരമനയിലേക്ക് കയറി ചെന്ന് തിരിച്ചു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞ കൽത്തളത്തിൽ നിന്ന് യേശുവിനെ ഗോൽഗോത്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, പിലാത്തോസ്, ഇതാ ആ മനുഷ്യൻ. ഏതാണ് ആ മനുഷ്യൻ? സുന്ദരരൂപിയായി മനോഹര ശരീരത്തോടുകൂടെ തേജസ്സോടുകൂടെ വിസ്താരത്തിന് എന്റെ സന്നിധിയിൽ കടന്നു വന്ന അതേ ആള് തന്നെയാണ് ഇവൻ. ഈ മാംസത്തെ കണ്ട്, ഈ ചോര ഒഴിച്ച ഈ മാംസപിണ്ഡത്തെ കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇവൻ തന്നെയാണ് എന്താ മനുഷ്യൻ. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു രക്തം വാർന്നൊലിക്കുന്ന തന്റെ ശരീരവും വെച്ച് സഹിക്കാൻ വയ്യാത്ത, താങ്ങാൻ വയ്യാത്ത കുരിശു ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സഹോദരന്മാരെ കൂട്ടക്കാഴ്ചകൾ
ഒരുപക്ഷെ അവർ യേശുവിന് അപ്പം നിന്നവരോ സൗഖ്യം പ്രാപിച്ചവരോ ആരെങ്കിലും ആയിരിക്കാം. അവരെല്ലാം കരയാൻ തുടങ്ങി. യേശുവിന് പിന്നാലെ നടന്നു പോകാൻ തുടങ്ങി. എൻ്റെ യേശുവേ എനിക്കിത് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. യേശു അവിടെ നിന്ന് എന്ത് ചെയ്തു? എന്നിട്ട് ആമേൻ യേശു ആദ്യം അങ്ങോട്ടാ പോയിരുന്ന് അത് കുരിശെടുത്തിട്ട് അത് ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞ പ്രസ്താവനയാണ് നമുക്ക് ധ്യാനിക്കാൻ ആവശ്യമായ വാക്യം. വായിച്ചു. യേശുവിന്റെ പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. യെരൂശലേമിലെ പുത്രിമാരെ, ഞാൻ സഹിക്കുന്ന ക്രൂശിനെ ഓർത്ത്, ഞാൻ സഹിക്കുന്ന പീഡനത്തെ ഓർത്ത് നിങ്ങൾ കരയണ്ട. ഇതെന്റെ പിതാവ് എനിക്ക് നൽകിയതാ. നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ ചുമന്നെടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ കരയണം. എന്തിന് കരയണം? എന്നെ ചൊല്ലി കരയണ്ട. പക്ഷെ ആരെയൊക്കെ ചൊല്ലി കരയണം? ഒന്ന്, നിങ്ങളെയും അവനവനോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത്. ഇവിടെ കരച്ചല് നമ്മള് കരയാറുണ്ട്. അമ്മമാര് എപ്പോഴാ കരയാ? കുട്ടികൾ പരീക്ഷ കൊണ്ടിരിക്കുമ്പോ അല്ലേ? പ്രൈസലോ. കുട്ടികൾ പരീക്ഷ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കരയും. പക്ഷെ ഇവിടെ ഈ കുട്ടികളെ കുറിച്ച് കരയാൻ പറഞ്ഞത് ഈ വിഷയത്തിലാണ്. നിങ്ങളെ കുറിച്ച് ആദ്യം നിങ്ങളെ കുറിച്ച് ഒന്ന് കാണാം. ദൈവമക്കളെ, പ്രാർത്ഥന മുറിയിൽ കരയുന്നവർക്ക് പ്രാർത്ഥന മുറിയിൽ കരയാൻ അവസരം കിട്ടിയത് ഉണ്ടാകാം. ഞാൻ കൈബന്ധിപ്പിക്കില്ല, കാരണം ഞാൻ കൈബന്ധിക്കാൻ താല്പര്യമില്ല. പലരും കരയും, പ്രാർത്ഥനാ മുറിയിൽ കരയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, കരയുക എന്നുള്ളത് ഒരു ആത്മീയ അനുഭവം, ഒരു അനുഗ്രഹമാണ്. അതൊക്കെ ഭൂമിയിലേക്ക് ഒരു ജീവൻ ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? അവന് നിങ്ങൾ പലരും അമ്മമാരായല്ലോ. നിങ്ങൾ പ്രസവിച്ച് ലേബർ റൂമിൽ കിടക്കുകയാണ്. കുട്ടി കരഞ്ഞില്ലെങ്കിൽ എൻ്റെ മോൻ വളരെ ഹാപ്പിയാ, മോളെ ഹാപ്പിയാന്ന് തോന്നുന്നു ഒരമ്മയ്ക്ക്. നേഴ്സുമാര് ചെയ്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പിച്ചു കൊടുക്കും, വേദനിപ്പിക്കും, അല്ലെങ്കിൽ തുടർന്നിങ്ങനെ കട്ടിക്കും, ഇല്ലേ? നിങ്ങളൊന്നും ആളായി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെണ്ണുങ്ങളായ ലേബർ റൂമിൽ നിങ്ങൾക്കൊന്നും അറിയില്ലേ? പ്രൈസലോ. പക്ഷെ നിങ്ങളുടെ കുട്ടി ആദ്യം കരഞ്ഞോണ്ടായിരിക്കും. ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ്. കരയാത്ത കുഞ്ഞിനെ കരയിപ്പിക്കും. എന്തിനാണ്? കരയുന്നതോടുകൂടിയാണ് അവന്റെ ശരീരത്തിന്റെ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്. അവന്റെ ശരീരത്തിലെ അവന്റെ നാഡീഞരമ്പുകളിലൂടെ രക്തോട്ടം അവൻ ആകുന്നത്. അവന്റെ ബുദ്ധിശക്തിക്ക്, അവന്റെ തലച്ചോറിന് മേൽ, അവന്റെ തലച്ചോറിന് ശരീരത്തിന്മേൽ അധികാരം കിട്ടുവാൻ തക്ക വിധത്തിൽ അവന്റെ നാഡീഞരമ്പുകളിലൂടെ, ഹൃദയ സ്പന്ദനത്തിലൂടെ, ശ്വാസകോശത്തിന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങളിലൂടെ അവന് അനുഗ്രഹം കിട്ടുവാനായിട്ട് അവൻ കരയണം. ഇന്നത്തെ ആധുനിക സഭകൾ കരയാതിരിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കരയുന്നവർ ദുഃഖിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ദൈവങ്ങൾക്ക് മനസ്സിലായോ? കരച്ചിൽ തിന്മയല്ലാത്തത്, ഒരു വെറുക്കപ്പെടേണ്ട ജീവിതാനുഭവം അല്ലാത്തത് ആത്മീയതകളിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു നിങ്ങളെ കുറിച്ചൊന്ന് കാര്യം. അടുത്തതാരെ കുറിച്ച് പറയണം? നിങ്ങളുടെ മക്കളെ ചൊല്ലി നീ അഥവാ പ്രസവിക്കാത്ത സഹോദരിമാർ, കുട്ടികൾക്ക് മുല കുടിപ്പിക്കാത്തവരും, പ്രസവിക്കാത്ത സ്ത്രീകളും, കുഞ്ഞിന് മുല കൊടുക്കാത്ത സ്ത്രീകളും ഭാഗ്യമുള്ളവർ. എന്തുകൊണ്ട്? അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിരുന്ന്, കുന്നുകളോട് ഞങ്ങളുടെ കൂടുവിലെന്ന് പറയും. അഥവാ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ, നീയും നിന്റെ മക്കളും രക്ഷപ്പെടാൻ ഇന്ന് പകൽ കരച്ചിൽ ആരംഭിക്കേ. പരീക്ഷ പാസ്സാക്കാൻ കരഞ്ഞാൽ പോരാ, ജോലി കിട്ടാൻ കരഞ്ഞാൽ പോരാ. ഇന്ന് പകൽ ദൈവത്തിന് ജനം മനസ്സിലാക്കണം, ഒരുപാടൊരു ന്യായവിധിയുണ്ട്. കഴിഞ്ഞ ഇന്നലത്തെ
രാത്രിയിലെ ന്യൂസ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസാണ് കണ്ടത്. അതിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ തലവൻ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, ഇതാ കൊറോണയുടെ സെക്കൻഡ് വേവ് ആരംഭിച്ചു. ഈ പ്രതിരോധ ശക്തികളെ തകർത്തുകൊണ്ട് ഇതുവരെ എന്തെങ്കിലുമായി മാറാമായിരുന്നു. അനവധി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന, അനേകരെ രോഗികളാക്കി മാറ്റുന്ന കൊറോണയുടെ രണ്ടാം വരവ് ആരംഭിച്ചു. ഇന്ത്യ, ചൈന, കൊറിയ, അതുപോലെ 4 രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. ആ രാജ്യങ്ങളിൽ രണ്ടാമത് ആരംഭിച്ചു. ഇന്ന് പകൽ മനസ്സിലാക്കുക, ഒരു ന്യായവിധി പുറകെ വരുന്നുണ്ട്. അതിൽ ഞാനും നിങ്ങളും നമ്മുടെ തലമുറയിൽ രക്ഷപ്പെടണമെങ്കിൽ കരച്ചിൽ ആരംഭിക്കണം. നിലവിളിക്കാൻ നമുക്ക് കരകാശമുണ്ടോ? നിലവിളിച്ചാൽ ആശ്വാസം കിട്ടും. നിലവിളിച്ചാൽ എന്ത് കിട്ടും? ഈ തണ്ട് വെളുക്കൊണ്ടൊന്നും തണ്ട് വെച്ച പലകകളൊന്നും അങ്ങോട്ട് പോവില്ല. ചീകി ഒതുക്കണം. എനിക്കിപ്പോ ജോലിയുണ്ട്, അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗമുണ്ട്, എന്റെ മക്കൾക്കും എനിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തുണ്ട്, മൂപ്പര് സ്ഥലം ബ്രോക്കറാണ്, ഒരു കുട്ടിയേ ഉള്ളൂ. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഈ യേശു എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചു എന്താണ്? എന്റെ കുട്ടിക്കും അവരുടെ കുട്ടിക്കും എനിക്കും എന്റെ ഭാര്യയ്ക്കും ചാവോളും ജീവിക്കാനുള്ള പണം ഓൾറെഡി ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നെ പോലെ ഒരു തന്നെ വേദവസം പറഞ്ഞത് മോശം വിവരമില്ലാത്ത ഒരുത്തൻ കൃഷി വിതച്ചു. ആ കാലഘട്ടത്തിൽ കൃഷിയായിരുന്നല്ലോ, കച്ചവടം ഇല്ലല്ലോ, ബ്ലേഡ് കമ്പനി ഇല്ലല്ലോ. ആ വിതച്ചു, കണ്ടമാനം വിളവ് കിട്ടി, സമൃദ്ധമായ സമ്പത്ത് കിട്ടി. എന്നിട്ട് അവൻ ഇള്ള കളപ്പുരയ്ക്കൽ പൊളിച്ചു മാറ്റി. അത് കഴിഞ്ഞ് അവൻ വലിയൊരു വാണിജ്യശാല ഉണ്ടാക്കി, കളപ്പുര ഉണ്ടാക്കി. എന്നിട്ട് അതിനെല്ലാം ഒന്ന് ഫില്ല് ചെയ്തു. എന്നിട്ട് അത് വൈകിട്ടതെല്ലാം അടച്ച താക്കോല് കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കർത്താവിനോട് ചോദിച്ചു, മോശമാണ് വിധിയായ മനുഷ്യ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ച, ജീവനെ ഞാൻ ചോദിച്ച, ഈ ഒരുക്കി വെച്ചത് ആർക്കാ? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരുക്കി വെച്ചത് ആർക്കെന്നറിയാത്ത നിക്ഷേപത്തിൽ നീ ആശ്വാസം കണ്ടെത്തരുത്. എന്റെ സുഹൃത്തൊരിക്കൽ ഒരു കുന്നംകുളത്ത് വലിയ വ്യാപാരിയുടെ കുടുംബത്തിൽ പെട്ട മനുഷ്യനാണ്. ഒരിക്കൽ ഞാൻ ആ സഹോദരന്റെ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റേ നിങ്ങൾ വന്ന, ഞാൻ അന്ന് എനിക്ക് വണ്ടിയില്ലായിരുന്നു, ഓട്ടോറിക്ഷയിലാണ് പോയത്, ഈ ഓട്ടോറിക്ഷയുടെ പൈസ തരാൻ എന്റെ കൈവശമില്ല. കരഞ്ഞെന്നെ പിടിച്ചു പറയാണ്, പാസ്റ്റർ വന്ന ഓട്ടോറിക്ഷ. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇവിടേക്ക് വരാൻ മാത്രമല്ല തിരിച്ചു പോകാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്, നീ വിഷയം പറ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അദ്ദേഹം ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തന്നു. പണ്ട് ഈ സഹോദരന്റെ ചെറുപ്പകാലത്ത് 5-ന്റെയും 10-ന്റെയും നോട്ട് എണ്ണാൻ നേരം കിട്ടാറില്ല, അത്ര ബിസിനസ്സാ. അപ്പൊ പണിക്കാർ ചെയ്യുന്നത് അറിയാമോ? 100-ന്റെ നോട്ട് മാറ്റിയാക്കും, 10-ന്റെ നോട്ട് വേറെയാക്കും, 5-ന്റെ നോട്ട് വേറെയാക്കി, 1-2 വെവ്വേറെയാക്കും. അത്രേ നടക്കൂ. അത് കഴിഞ്ഞിട്ട് തുലാസിലിട്ട് തൂക്കും, തുലാസിലിട്ട് തൂക്കും. എന്നിട്ടാണ് കണക്കെഴുതുന്നത് ഇന്നത്തെ വരുമാനം ഇത്രയെന്ന്. അത്രയും സമ്പന്നനായ മനുഷ്യൻ ഒരിക്കൽ എന്നോട് പറയാണ്, ഇന്ന് ഞാൻ 1/2 കിലോ അരിയാണ് വാങ്ങിച്ചത്. നിശ്ചയമില്ലാത്ത തലത്തിൽ നീ ആനന്ദം കണ്ടെത്തല്ലേ. നിന്റെ നിക്ഷേപങ്ങളിൽ ആരനുഭവിക്കുമെന്നറിയാത്ത നിക്ഷേപങ്ങളിൽ നീ സമ്പത്ത് കണ്ടെത്തല്ലേ, സന്തോഷം കണ്ടെത്തല്ലേ. എന്നാൽ ഹല്ലേലൂയ, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം. ഓ എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും. എന്റെ സമ്പത്ത് യേശുവാണ് നിന്റെ സമ്പത്തെങ്കിൽ, ഞാൻ നിങ്ങളോട് ഈ ദിവസങ്ങൾ പറഞ്ഞൊരു വാക്ക് ആവർത്തിക്കട്ടെ, നീ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്
ആമേൻ. തിരുവചനത്തിന്റെ പ്രമാണപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ഉപദേശത്തിലും ജീവിതത്തിലും വിശുദ്ധി വേർപാടും ആമേൻ പാലിച്ചാൽ നിന്റെ ജീവിതത്തിലും ഭക്തിക്ക് ആവശ്യമുള്ള എല്ലാം പിന്നാലെ നിന്റെ സകലത്തിൽ നിനക്ക് ഒരു നന്മയ്ക്ക് വരില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയ്ക്കും വരില്ല. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ദുഃഖിക്കുന്നവർ വരാനുള്ള ന്യായവിധിയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദുഃഖിക്കണം. എന്നാൽ എന്ത് ചെയ്യും? ഞാൻ വേഗം പോകേണ്ട സമയങ്ങൾ കഴിഞ്ഞല്ലോ. മത്തായി സുവിശേഷം 11:28 നമുക്കറിയാം, വായിക്കണ്ട. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വായുപോലെ നിങ്ങളിലെ ഒരു ആശ്വാസകേന്ദ്ര കർത്തവ്യത്തിൽ വിശ്വസിക്കുന്നു. ഏത് ദുഃഖത്തിനും ഏത് വേദനയ്ക്കനും ചിഞ്ചുമനിപ്പോഴ് ഞാൻ പറഞ്ഞ ഹോംലെസിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാപ്തികൾ നിങ്ങൾ ബെതസ്തയിൽ ഇന്നലത്തെ അവരുടെ സ്റ്റേറ്റ് മിനിസ്റ്ററുടെ പരിശോധത്തിന്റെ വീഡിയോ കണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല? ഒരു സഹോദരന്റെ ബ്ലഡ് കിടക്കുന്നുണ്ട് റോട്ടിൽ മുഴുവൻ. അവരടിച്ചു തകർത്തത് എന്തിനാണ്? യേശുവിനെ പ്രസംഗിച്ചത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. അവർ പോകുന്ന ആ മിഷനില് സ്വന്തം വീടില്ലാത്തവർ, പണിയില്ലാത്ത, വിശക്കുന്ന അനേകങ്ങള് ഇതിലേക്ക് കയറി വരുമ്പോൾ അവിടെയുള്ളതായ അതിന്റെ സംഘാടകർ 3 നേരം ഇവർക്ക് ഭക്ഷണം കൊടുക്കും. അവരെ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുകയാണ്. അതിന്റെ പേര് ഹോപ്പ് മിഷൻ എന്ന ഹോപ്പ് മിഷൻ, പ്രത്യാശയുടെ സ്ഥലം. ഇതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവർക്കും ഉള്ളവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമുണ്ട്. യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ അവരെന്തോ പറയാം, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടും. എവിടെയാണ് അവർക്ക് ആശ്വാസം കിട്ടുന്നത്? യേശു ക്രിസ്തുവിന്റെ അടുക്കൽ. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിൽ ഏത് ഭാരങ്ങളായിക്കൊള്ളട്ടെ, ഏത് മാറാത്ത ദുഃഖങ്ങളോ പരിഹരിപ്പാൻ കഴിയാത്ത ഏത് വിഷയമോ അധ്വാനിച്ചും ഭാരം ചുമക്കുന്നതുമായ ഏവരുമേ യേശുവിന്റെ അടുക്കലേക്കൊന്ന് ചെല്ല്, അവിടെ നിനക്ക് ആശ്വാസം കിട്ടും. ലൂക്കോസിന്റെ സുവിശേഷം 6:21 വായിക്കണ്ട. അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ദുഃഖത്തിന്റെ മൂർത്തഭാവം കരച്ചിലായി മാറിയപ്പോൾ കരയുന്നവരോട് വചനം പറയുന്നു, ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ അടുത്ത നാളിൽ എന്ത് ചെയ്യും? ചിരിക്കും. കരച്ചിലൊക്കെ മാറ്റും. ദൈവം നമ്മുടെ തന്റെ കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റും. ഒരു പ്രത്യാശയുടെ സ്ഥലം നമുക്ക് ഇരിപ്പുണ്ട്. ഇപ്പോൾ നാനാവിധ പരീക്ഷകളും പ്രതിസന്ധികളെല്ലാം ഉണ്ടാകും. ഒട്ടും ഭാരപ്പെടേണ്ട, നമുക്കായിട്ടൊരു ഭാവന ഒരുക്കിയിട്ടുണ്ട്. കൈകളാൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് പാടി നമുക്ക് ആരാധിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കാം. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ, ഈ കൈകളാൽ തീർക്കപ്പെടാത്തതാ Hallelujah.
ആമേൻ.